ഹേ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ട്രേഡിംഗ് വിത്ത് ന്യൂസ് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ IQ ഓപ്ഷനിലാണെങ്കിലും മറ്റ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും, ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ആദ്യം യൂറോ USD എന്നൊരു പെയർ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പെയറിൽ നിങ്ങൾ മാർക്കറ്റ് വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്നൊരു ടൈം ആകുമ്പോൾ നമ്മളുടെ പ്രഡിക്ഷന് ഓപ്പോസിറ്റായിട്ട്, അതായത് ഇപ്പോൾ എന്തായാലും മാർക്കറ്റ് ഡൗൺ വരാനാണ് ചാൻസ് എന്നിരിക്കുന്ന ഒരു ടൈമിൽ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ മേലോട്ട്, നല്ല വലിയൊരു ഗ്രീൻ ക്യാൻഡിലായിരിക്കും മേലോട്ട് പോവുക. ഓക്കെ, നല്ലൊരു അപ്പ് മാർക്കറ്റിന് സംഭവിക്കും. അതേപോലെ ചില ടൈമുകളിൽ ന്യൂസ് ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് യൂറോ USDയിൽ പെട്ടെന്ന് വലിയൊരു ഡൗണ് സംഭവിക്കാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ചില ടൈം ആകുമ്പോൾ പെട്ടെന്നൊരു അപ്പും പെട്ടെന്നൊരു ഡൗണും, അത് ക്യാൻഡിൽ എന്താ പറയുക, നോർമൽ ക്യാൻഡിൽസിനെ അപേക്ഷിച്ച് 2 to 3 ടൈംസ് മടങ്ങ് വലിയൊരു ക്യാൻഡിലായിരിക്കും അവിടെ ഫോം ആയിരിക്കുക. അപ്പോൾ അതിനുള്ള റീസണാണ് ഈ ന്യൂസ്. ഓക്കെ, അപ്പോൾ ഈ യൂറോ ആണെങ്കിലും USD ആണെങ്കിലും ഏതാണെങ്കിലും അതിന് അനുയോജ്യമായ ന്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മേലോട്ട് പോകാനുള്ള ചാൻസാണ് കൂടുതൽ. അതേസമയം അതിന് ഓപ്പോസിറ്റായിട്ടുള്ള റൂൾസാണ് വരികയെന്നുണ്ടെങ്കിൽ, ന്യൂസാണ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതിനനുസരിച്ചുള്ള മൂവ്മെൻ്റ് ആയിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ന്യൂസൊക്കെ എവിടെ നിന്നാണ് കിട്ടുക എന്ന് നിങ്ങൾക്ക് ഇനിയൊരു ചിന്തയുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ അതിനൊരു അടിപൊളി വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയം. അപ്പോൾ ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ പെയേഴ്സിൻ്റെ എല്ലാ ന്യൂസും നിങ്ങൾക്ക് കൃത്യം ടൈം വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം Forex Factory എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പരസ്യം വന്നിട്ടുണ്ട്. അതിന് താഴെ Forex Factory എന്നൊരു നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതിലോട്ടൊന്ന് പോവുക. ജസ്റ്റ് ഒന്ന് ലോഡാവുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഈ വെബ്സൈറ്റിൻ്റെ ഒരു ഇൻ്റർഫേസ്, മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ വരാൻ പോണ ന്യൂസുകളെ കുറിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നിങ്ങളിപ്പോൾ യൂറോയിൽ 2 AM ഒരു ന്യൂസ് വരുന്നുണ്ട് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞ ന്യൂസാണത് ആക്ച്വലി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ യൂറോ USD അതുപോലെ യൂറോ JPY അങ്ങനത്തെ യൂറോ വെച്ചിട്ടുള്ള ഏത് പെയർ നിങ്ങൾ എടുക്കാതിരിക്കുക. അതിന് പകരം AUD CAD അങ്ങനത്തെ പെയറുകൾ നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ന്യൂസുള്ള പെയേഴ്സ് എല്ലാം മാക്സിമം ഒന്ന് ഒഴിവാക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ന്യൂസ് വരുന്ന ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് അനലൈസ് ചെയ്ത് നോക്കുക മാർക്കറ്റ് അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും എത്ര മണിക്കാണ് ഓരോ ന്യൂസ് വരുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഞാനിവിടെ മോർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, എന്താണല്ലേ. അപ്പോൾ ഇനി നാളത്തെയും കാണിക്കാം. അവിടെ മോർ ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ, താഴെയുള്ള ചെറിയ മോർ ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളത്തെ ന്യൂസും കാണാനായിട്ട് സാധിക്കും. ഇന്ന് മെയ് 23. അപ്പോൾ നിങ്ങൾ നാളെ എന്തെങ്കിലും ന്യൂസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് വിത്ത് ന്യൂസ് എന്നൊരു ചെറിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞതിനായിട്ട് വന്നത്, ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് പറയാനായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് അധികം വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനലൊന്ന് കയറി നോക്കുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത്രയുള്ള ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.